അവതരിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ വലിയ ഐക്യദാർഢ്യ മുദ്രാവാക്യം കേൾക്കാം. അതിനിടയ്ക്ക് BJP പ്രവർത്തകർ എന്തിനോ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. ഷഫീഖ് നസറുള്ള കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. ഷഫീഖ്, എന്തിനാണ് BJP പ്രതിഷേധിക്കുന്നത്? പലസ്തീൻ അനുകൂലമായി അനുവദിച്ചു എന്നതാണ് BJP പ്രതിഷേധ മാർച്ചിന് കാരണമായി പറഞ്ഞത്. അത്തരത്തിലുള്ള വിഭാഗീയതയുണ്ടാക്കുന്ന പരിപാടികൾ സ്കൂൾ കേന്ദ്രീകരിച്ച് നടത്തരുത് എന്ന് BJP പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മാർച്ചാണ് ഇപ്പോൾ സ്കൂളിലേക്ക് നടക്കുന്നത്. അല്പസമയം മുൻപ് ദിവസം മാറ്റിവെച്ച തടഞ്ഞ അധ്യാപകർ തടഞ്ഞ മൈം അതേ വേദിയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. മൈമിന്റെ ഉത്സവത്തിനുള്ള മുഴുവൻ നിബന്ധനകളും പാലിച്ചുകൊണ്ടുള്ള മൈമാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. നേരത്തെ അധ്യാപകർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് മൈമിന് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കാതെയാണ് വിദ്യാർത്ഥികൾ മൈം അവതരിപ്പിച്ചത് എന്നതായിരുന്നു. എന്നാൽ ഇന്ന് വിദ്യാർത്ഥികൾ മൈമിന്റെ കലോത്സവ മാനുവലിൽ പറയുന്ന മുഴുവൻ നിബന്ധനകളും പാലിച്ചുകൊണ്ട് അവർ മൈം അവിടെ അഭിനയിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിന് പിന്നാലെയാണ് BJP സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. നേരത്തെ തന്നെ BJP യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും എന്ന് അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ ഇത്തരം കലോത്സവ പരിപാടിയിൽ ഈ ഗസ അനുകൂല മൈം അനുവദിച്ച ഇന്ന് വീണ്ടും കലോത്സവ വേദിയിൽ അത് അഭിനയിക്കാനുള്ള അനുമതി നൽകിയതിനെതിരെയാണ് ഇപ്പോൾ യുവമോർച്ച സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. വലിയ പോലീസ് ഷഫീഖ്, ഇപ്പോൾ ഫലസ്തീൻ വിഷയം ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണ്. ആ പ്രശ്നം ഒരു മൈമിന് വിഷയമായി സ്വീകരിക്കുന്നത് വിഭാഗീയത ഉണ്ടാക്കുമെന്നാണ് BJP പറയുന്നത്. അതൊരു കൗതുകം ഉണ്ടാക്കുന്ന നിലപാടാണ്. എന്ന് വെച്ചാൽ BJPയുടെ ഇപ്പോഴത്തെ പ്രൊട്ടസ്റ്റ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അന്ന് ഇതിന് അനുമതി നിഷേധിക്കപ്പെട്ടത് പോലും BJPയുടെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്, സംഘപരിവാർ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണെന്ന് സംശയിക്കണോ? അന്ന് തടഞ്ഞതിന് പിന്നിലും തീർച്ചയായും സംഘപരിവാർ അനുകൂല അധ്യാപക സംഘടനയിലെ പ്രവർത്തകനാണ് വിദ്യാർത്ഥികൾ സ്കൂൾ കലോത്സവത്തിൽ മൈം അവതരിപ്പിച്ചപ്പോൾ സ്റ്റേജിൽ കയറി കർട്ടൻ താഴ്ത്തുകയും വിദ്യാർത്ഥികളോട് ഈ കലാ പ്രകടനം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അതിന് പിന്നാലെയാണ് അവിടെ വലിയ പ്രതിഷേധമുണ്ടാവുകയും പോലീസ് സ്കൂളിനകത്ത് കയറി വിദ്യാർത്ഥികളെ അവിടെ നിന്ന് പിരിച്ചുവിടേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇടപെട്ട് ഇന്ന് വീണ്ടും കലോത്സവം നടത്താനും മൈം നേരത്തെ തടഞ്ഞ മൈം വീണ്ടും നടത്താനുള്ള ഒരു അനുമതി നൽകണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 12 മണിയോടുകൂടി സ്കൂളിൽ കലോത്സവ വേദിയിൽ മൈം അവതരിപ്പിക്കാനുള്ള അനുമതി ലഭിച്ചത്. മൈം പൂർത്തിയായതിന് പിന്നാലെയാണ് BJP ഇപ്പോൾ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യ ഇതുവരെ പാലസ്തീനെതിരെ അല്ലെങ്കിൽ പാലസ്തീൻ നമുക്ക് എതിരാണ് എന്ന് എവിടെയെങ്കിലും നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്? എന്തിനാണ് സിന്ദൂരിന്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത്? ഇത് പറയേണ്ടി വരും. അങ്ങനെ കേസെടുക്കുമ്പോൾ പാലസ്തീന്റെ കൊടി ഉയർത്തുമ്പോ അതിന് കേസെടുക്കണം. ഒരു സ്കൂളിന് രാഷ്ട്രീയം വേണ്ട. ഇവർക്ക് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നടത്തണമെങ്കിൽ പാലസ്തീന്റെ കൊടി അവർക്ക് ഐക്യദാർഢ്യം പറയണമെങ്കിൽ അവർ പൊതുസ്ഥലത്ത് വെച്ച് ചെയ്യട്ടെ. ഈ സ്കൂളിന്റെ അകത്ത് സ്റ്റേജിന്റെ അകത്ത് എന്തിനാണ് ഈ രാഷ്ട്രീയം വിളിക്കുന്നത്? ഇന്നിപ്പോ അവർ കൊടി ഉയർത്തിയിട്ടില്ല. ഇന്ന് മുദ്രാവാക്യം വിളിച്ചില്ല. നിങ്ങളെ മുമ്പിൽ തന്നെയല്ല മുദ്രാവാക്യം. മുദ്രാവാക്യം വിളിച്ചോ ഇല്ലയോ? അത് മറ്റു കുട്ടികളാണ്. മറ്റു കുട്ടികളെ രാഷ്ട്രീയത്തെ കുട്ടികളെ രാഷ്ട്രീയത്തിന് എതിർക്കുന്നല്ല നമ്മൾ പറഞ്ഞത്. കുട്ടികളെ രാഷ്ട്രീയത്തിന് നമ്മൾ പറഞ്ഞില്ലല്ലോ. കുട്ടികളാണ് പഠിക്കുന്നത്. പുറത്തുള്ള ആൾക്കാർ എന്തിനാണ് ഈ തരത്തിലുള്ള രാജ്യവിരുദ്ധ വിഷയത്തിന് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്?
ഇന്ന് ഞാൻ ചോദിക്കുന്നുള്ളത് എങ്ങനെയാണ് ഇവർ പാലസ്തീൻ എങ്ങനെയാണ് പക്ഷെ ഞാൻ പറയുന്നത് രാജ്യത്തിന്റെ നിലപാടെന്താണ്? വേണ്ട പൊതുസ്ഥലത്ത് ചെയ്തില്ലേ പൊതുസ്ഥലത്ത് ചെയ്തില്ലേ ശരി 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 കാസർഗോഡ് ഒരു മൈം നേരത്തെ അവതരിപ്പിക്കുമ്പോൾ, അതായത് ഫലസ്തീനിലെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള മൈം അവതരിപ്പിക്കുമ്പോൾ സംഘ് പരിവാർ അനുകൂല അധ്യാപക സംഘടനയിലെ ചില ആളുകൾ തടസ്സപ്പെടുത്തി എന്തൊക്കെയോ കാരണം പറഞ്ഞ് സർക്കാർ അതിനകത്ത് ഒരു ക്ലിയർ പൊസിഷൻ എടുക്കുകയും ആ മൈം ഇന്ന് വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ വലിയ ഐക്യദാർഢ്യവുമായിട്ട് വന്നു. BJP പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. രാജ്യവിരുദ്ധത സമ്മതിക്കില്ല എന്നാണ്. അപ്പോൾ രാജ്യത്തിന്റെ നിലപാടെന്താണ് ഫലസ്തീൻ വിഷയത്തിൽ ചോദിക്കുമ്പോൾ അവർ വളരെ കൃത്യമായിട്ട് ബോലോ ഭാരത് മാതാ കി ജയ് വിളിക്കുകയാണ്. അറിയില്ല അവർക്ക് എന്താണ് എന്ന്.